ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ CSKയുടെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുകയാണ്. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് കളിച്ച 2 മത്സരത്തിലും ടീമിന് തോൽവി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനോട് 6 റൺസിനാണ് CSK തോറ്റത്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 9 വിക്കറ്റിന് 182 റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ CSKയ്ക്ക് 6 വിക്കറ്റിന് 176 റൺസാണ് നേടാനായത്. CSKയുടെ ബാറ്റിംഗ് നിരയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ടീമിനെ വീണ്ടും ചതിച്ചിരിക്കുന്നത്. ബൗളർമാർ ഭേദപ്പെട്ട് നിന്നെങ്കിലും ബാറ്റ്സ്മാൻമാർക്ക് തൊട്ടതെല്ലാം പിഴച്ചിരിക്കുകയാണ്. CSK നന്നായി പൊരുതിയെങ്കിലും വിജയലക്ഷ്യം മറികടക്കാനായില്ല. CSKയുടെ തോൽവിക്ക് പല കാരണങ്ങളും പറയാനാവും. ഇപ്പോഴിതാ MS ധോണിക്കെതിരെയാണ് ആരാധകർ വലിയ വിമർശനം ഉയർത്തുന്നത്. ധോണിയാണ് CSKയെ തോൽപ്പിക്കുന്നത് എന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. MS ധോണി പ്രായം മനസ്സിലാക്കി കളിക്കാൻ തയ്യാറാവണമെന്നാണ് ആരാധകർ പറയുന്നത്. ആരാധകരെ സംതൃപ്തിപ്പെടുത്താതെ ടീമിനെ ജയിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. രാജസ്ഥാനെതിരെ 7ാം നമ്പറിലാണ് ധോണി ഇറങ്ങിയത്. 11 പന്തിൽ 1 സിക്സും 1 ഫോറും അടക്കം 16 റൺസ് എടുത്താണ് പുറത്തായത്. അവസാന ഓവറിൽ മത്സരം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സന്ദീപ് ശർമ്മയ്ക്ക് വിക്കറ്റ് നൽകി പുറത്താവുകയായിരുന്നു. ധോണി പാഴാക്കിയ പന്തുകൾ മത്സരഫലത്തിൽ നിർണായകമായി എന്നാണ് ആരാധകർ പറയുന്നത്. 16ാം ഓവറിലെ അവസാന പന്തിൽ വനിന്ദു ഹസരംഗിയെ ക്രീസിൽ നിന്ന് കയറി കളിച്ച ശേഷം ധോണി പ്രതിരോധിച്ചു. സന്ദീപ് ശർമ്മയെയും മഹേഷ് തീക്ഷണയെയും അല്പം കൂടി നേരത്തെ ആക്രമിക്കാൻ ധോണി ശ്രമിച്ചില്ല. പഴയതുപോലെ അവസാന ഓവറിൽ ഫിനിഷ് ചെയ്യാൻ ഇപ്പോൾ ധോണിക്ക് സാധിക്കില്ല. 5ാം നമ്പറിലിറങ്ങി ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിച്ച് ഫിനിഷർ ജോലി മറ്റാർക്കെങ്കിലും നൽകണമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. CSK മെഗാലയത്തിൽ തന്നെ വലിയ മണ്ടത്തരമാണ് കാട്ടിയത്. എല്ലാ ടീമുകളും ഇമ്പാക്ട് പ്ലെയറായി തല്ലിക്കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്നപ്പോൾ പഴയ സീനിയർ താരങ്ങളെയാണ് CSK ആശ്രയിച്ചത്. ശിവൻ ദൂബെ ശരാശരി നിലവാരമുള്ള താരമാണ്. ദൂബെ മാച്ച് വിന്നർ ആവുമെന്നത് CSK മാത്രം കരുതുന്ന കാര്യമാണ്. ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങുന്ന ദൂബെക്ക് യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനാവുന്നില്ല. വിജയ് ശങ്കറും ദീപക് ഹൂഡയുമെല്ലാം T20യിൽ ആർക്കും വേണ്ടാത്ത താരങ്ങളാണ്. ഇവരെയെല്ലാം ടീമിൽ ഉൾപ്പെടുത്തി പഴയതുപോലെ അത്ഭുതം സൃഷ്ടിക്കാമെന്ന CSKയുടെ തീരുമാനം മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മികച്ച യുവതാരങ്ങളെ CSKയ്ക്ക് ആവശ്യമാണ്. എന്നാൽ CSKയ്ക്ക് അതിന് സാധിക്കാത്തതിനാൽ ഇത്തവണ വലിയൊരു പ്രകടനം ടീമിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ആരാധകർ പറയുന്നത്. ധോണി ആരാധകരുടെ വെറുപ്പ് സമ്പാദിക്കാതെ ഈ സീസണോടെയെങ്കിലും വിരമിക്കണമെന്നും ആരാധകർ പറയുന്നു. CSKയുടെ ടീം മാനേജ്മെന്റിന്റെ ബിസിനസ് ബുദ്ധിയെയും ആരാധകർ വിമർശിക്കുന്നു. MS ധോണിയെ പരമാവധി ഉപയോഗിച്ച് ആരാധകരുടെ വൈകാരികത മുതലാക്കുകയാണ് CSK മാനേജ്മെന്റ്. എന്നാൽ ഇനി അത് നടക്കില്ല എന്നും ടീമിന്റെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. ധോണിക്ക് ശേഷം എടുത്തുകാട്ടാൻ സാധിക്കുന്ന ഒരു താരത്തെ വളർത്താൻ സാധിക്കാത്തത് CSKയുടെ പിഴവാണ്. ഋതുരാജ് ഗെയ്ക്വാദിന് CSKയുടെ ആരാധകരെ ചേർത്ത് പിടിക്കാൻ സാധിക്കില്ല.